മനസ്സ് എന്നൊന്നുണ്ടോ? ഒരു വല്ലാത്ത ചോദ്യമല്ലേ? മനസ്സ് ഹൃദയത്തിലാണോ ഉള്ളത്? ഇനി ഹൃദയമാണോ മനസ്സ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ മനസ്സുണ്ടോ? അതാണോ മനസ്സ്? മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള, നെറ്റിയുടെ ഈ ഭാഗത്തുള്ള ആകത്തുള്ള ഒരു ഭാഗമാണെന്നാണ് ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അതാവാം. പക്ഷെ മനസ്സ് ഇല്ല എന്ന് പലരും പറയാറുണ്ട്. മനസ്സില്ല മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തലച്ചോറിനാളെ കൊണ്ട് പറയിപ്പിക്കണം നിങ്ങളുടെ താല്പര്യമില്ല. എന്താ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു നല്ല സുഹൃത്തിനെയൊക്കെ തേടുമ്പോൾ നമ്മൾ മനസ്സിരുത്തി അതിനെപ്പറ്റി പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ കാണുവാൻ നമ്മുടെ സുഹൃത്ത് വരുന്നില്ല എങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങൾക്കൊരാപത്തുണ്ടാകുമ്പോൾ, അതുമല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും ഗുഡ് മോർണിംഗും രാത്രി ഗുഡ് നൈറ്റും ഒക്കെ അയക്കുന്നവരാണ്. ഗുഡ് നൈറ്റ് മാത്രം അയക്കുന്നവരുണ്ട്, ഗുഡ് മോർണിംഗ് മാത്രം അയക്കുന്നവരുണ്ട്, രാവിലെ ഹായ് എന്ന് അയക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ആൾക്കാരുമുണ്ട്. നിങ്ങളുടെ ഹായോ ഗുഡ് മോർണിംഗോ ഒരു ദിവസം ചെന്നില്ല എങ്കിൽ നിങ്ങളെ തിരക്കി വിളിക്കുന്ന എത്ര സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്? അല്ലെങ്കിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കുമോ? ഏത് ആവൽഘട്ടത്തിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ആവൽഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ് പറയുന്നത്. തിരക്കി വരുന്നവനാണ് സുഹൃത്ത്. നിങ്ങളുടെ വേദന അവൻ്റെ ചെവിയിലെത്തുമ്പോൾ അയ്യോ എന്ന് പറയാൻ കഴിയുന്ന മനസ്സുള്ളവനാകണം നല്ല സുഹൃത്ത്. അങ്ങനെ മനസ്സുള്ളവരെ വേണം നമ്മൾ സുഹൃത്തുക്കളാക്കി കണ്ടെത്താൻ. അതല്ല എങ്കിൽ പോകുന്ന വഴിയിൽ നമ്മുടെ മൊബൈലിൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ആൾക്കാരാവരുത് സുഹൃത്തുക്കൾ. ആ ബന്ധം അവിടെ തീർന്നു. പല ബന്ധങ്ങളും, ദൃഢമെന്ന് വിശ്വസിക്കുന്ന പല ബന്ധങ്ങളും ഇപ്പോൾ വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ തീരുകയാണ് ബൈ, അല്ലെ ഗുഡ് ബൈ എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അവിടെ എവിടെയാണ് മനസ്സിരുത്തിയുള്ള ഒരു സ്നേഹം, ഒരു പ്രകടനം, അല്ലെങ്കിൽ മനസ്സിരുത്തിയുള്ള ഒരു സ്നേഹബന്ധം ഉളവെടുക്കുന്നത്? അതുകൊണ്ട് മനസ്സ് എന്ന് പറയുന്നത് ഹൃദയത്തിലല്ല. മനസ്സ് ഹൃദയത്തിലാണെങ്കിൽ വേറൊരു ഹൃദയം നിന്നെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ അവനെ അല്ലെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തങ്ങൾക്ക് കൂട്ടുമുട്ടും എന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിലല്ല, തലച്ചോറിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ തലച്ചോറിലുള്ള മനസ്സ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു എന്ന് മാത്രം ചിന്തിക്കുക.